എല്ലാവർക്കും നമസ്കാരം. അനൂസ് കിച്ചൻ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു കേസരി റെസിപ്പിയാണ്. റവ കേസരിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഹോട്ടലിലൊക്കെ കിട്ടുന്ന തരത്തിൽ എങ്ങനെ പെട്ടെന്ന് ഒരു കേസരി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. കേസരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നെയ്യിൽ വറുത്തെടുക്കണം. നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മെൽറ്റായി വരട്ടെ. നെയ്യ് ഇപ്പം മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ റവ വറുത്തെടുക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാഷ്യൂനട്ടും മുന്തിരിയും കൂടെ വറുത്തെടുക്കാം. ഞാൻ കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കളറ് മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ടിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ടും മുന്തിരിയും ഇപ്പം നന്നായിട്ട് നെയ്യിൽ വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം നമ്മളെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അതേ നെയ്യിലേക്ക് നമുക്ക് റവ കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കാം. റവ നന്നായിട്ട് നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് ചെറുങ്ങനെ കളർ മാറി വരണം. അപ്പോഴാണ് ശരിക്കും കേസരിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റും സ്മെല്ലും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ റവ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് നെയ്യിൽ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ റവ മാറ്റി വെച്ച് അതേ പാനിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ എടുക്കുന്നത് 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളവും 1 കപ്പ് പാലുമാണ്. പാല് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം തന്നെ 3 കപ്പ് വെള്ളം എടുക്കാം. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് 3 കപ്പ് എന്നാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പോഴാണ് കൂടുതൽ സോഫ്റ്റ് ആയിട്ടുള്ള കേസരി നമുക്ക് കിട്ടുക. അപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചു, 1 കപ്പ് പാല് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായി തിളച്ച് വരണം. അതിനുശേഷം നമുക്കിതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച റവ ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് പഞ്ചസാരയാണ്.
ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ഇപ്പം നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കളർ ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് കളർ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തും ഒരേപോലെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് കളർ ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ കുങ്കുമപ്പൂ ഇട്ട് വെച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചാൽ ഒരു മഞ്ഞ കളർ കിട്ടും. പിന്നെ ഒരു കളറും വേണ്ടാന്നുണ്ടെങ്കിൽ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു കളറും വേണ്ടാന്നുണ്ടെങ്കിൽ കളർ ചേർക്കാതെ ഉണ്ടാക്കാം. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കളർ എല്ലായിടത്തും മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇത് പാനിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്, കണ്ടില്ല? ഇതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരണം. ഈ സമയത്ത് ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കായ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ട് മുന്തിരി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. അപ്പം നമ്മളെ കേസരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി കേസരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thanks for watching the video.